അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, നൂറെ ഹബീബിന്റെ മുത്തുമണികള് പ്രാർത്ഥിക്കാണ്, പ്രാർത്ഥനാ സമ്മേളനം നടത്താണ്. ബദരി ചോദിക്കാണ് അള്ളാഹുവിനോട്, അസ്ഹാബുൽ ബദരീങ്ങളെ കാവല് നൽകണേ. എന്താ ചോദ്യം എന്നറിയോ? കരയണോ നിങ്ങള്? ഓന്റെ കൂടെ കിടന്നു തുടങ്ങിയ ആള് പറഞ്ഞതറിയോ? കരയണ നേരത്ത് കണ്ണിൽ വിക്സേക്കലാണ് എന്ന്. കണ്ണീര് വരാനേ അഭിനയിക്കാനും അറിയില്ല. ഒരു അഭിനയിക്കാനെങ്കിൽ വരുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും? കണ്ണീരൊക്കെ ഓട്ടോമാറ്റിക് വരുത്തും. അതുമില്ല. എന്തായാലും അതൊക്കെ പോട്ടെ, പേഴ്സണൽ കാര്യങ്ങളാണ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങളാണ്. ഇവിടെ ചോദിക്കുന്ന ചോദ്യം ബദരീങ്ങളെ കാവല് നൽകണേ അള്ളാഹ്. അതെന്തിനാന്നാ മനസ്സിലാവാത്തത്. ഇനിയിപ്പോ എന്ത് കാവൽ അല്ലെങ്കിൽ എന്ത് സഹായം, കാവലല്ല സഹായം, എന്ത് സഹായമാണ് അവർക്ക് വേണ്ടത് അത് പറയണ്ടേ? അതുമില്ല. ചോദിക്കണ അള്ളഹാനോടാണ്. അപ്പൊ അള്ളഹാനോടാണ് ചോദിച്ചാ പോരെ? അതിന്റെ അടിയിൽ ബദരീങ്ങളെ സഹായം നൽകണേ അള്ളാന്ന് നീട്ടിയൊരു വലിയും. ഹബീബിന്റെ മുത്തുമണികള് പാവങ്ങളാണ്, പാവങ്ങളാണ്. അത കണ്ണമ്പല്ലി ആ കണ്ണാ കോലം ചിമ്പിയാലേ പിന്നെ തുറക്കാൻ കിട്ടൂല. വല്ലാത്ത ജാതി. ഇപ്പൊ കരച്ചിൽ കഴിഞ്ഞിട്ടോ, അപ്പൊ തുടങ്ങി. അതാണ് കഴിവ്. കണ്ണില് ഉള്ളി തേച്ചാ കണ്ണീര് നിൽക്കൂല. ഇതിപ്പോ അതുമില്ല. ഇനിയിപ്പൊ നിൽക്കും. കണ്ടോളി, ഒന്ന് നോക്കിക്കോളി, വീണ്ടും നിൽക്കും. അതാണ് അവസ്ഥ. മനസ്സിന്റെ ഉടമകളാണ്. ആ മനസ്സിന്റെ ഗുണം കൊണ്ടാണ് എന്തു പറഞ്ഞത്? ആമിദ് ആറ്റക്കോയ തങ്ങൾക്ക് പിരിവ് കുറച്ച് കൂടുതലാണ് എന്നൊരു താത്ത പറഞ്ഞു. ഒക്കെ നല്ല മനസ്സിന്റെ ഉടമകളാണ്. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഗ്രൂപ്പിന് അഡ്മിന്മാരും ഒക്കെ നല്ല മനസ്സിന്റെ ഉടമകളാണ്. ആരും ഒന്നും ഉദ്ദേശിച്ചിട്ടുമില്ല, ആരും ഒന്നും വാങ്ങണമില്ല, ആരും ഒന്നും കൊടുക്കണമില്ല. ആമിദും തന്നെ ഒന്നും കൊടുക്കണില്ല. ആമിദ് ഇപ്പൊ കണ്ണോട് ചിമ്മിയിട്ട് ആ കണ്ണ് തൊറിയിലാവോന്ന് കരുതും, മുറിക്കാണ് ചിമ്മാണ്. പെരും കരച്ചിൽ. എന്തൊരു കരച്ചിലാന്ന് അറിയോ? ഞങ്ങള് മജ്‌ലിസും അല്ലാഹുവേ, ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ 100 ഇരട്ടി ഉയരത്തില് ഞങ്ങൾ എത്തിപ്പോയി. അല്ലാഹ് ഞങ്ങൾക്ക് തന്ന ഇയാളെ മുന്നിലും ഇതൊക്കെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്, ഉത്തരം കിട്ടുമെന്നും പറഞ്ഞ് ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ എന്നാലോചിക്കുമ്പോഴാണ്. ഇതൊക്കെ കണ്ടാൽ ലൈവായിട്ട് കാണുമ്പോഴെങ്കിലും മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല ഇതൊക്കെ ഒരു നാടകമാണ്, അഭിനയമാണ് എന്നൊക്കെ. ഒരു ഉറ്റ് കണ്ണുനീര് വരാത്ത കരച്ചില്, ആ സൗണ്ട് ഇങ്ങനെ അല്ലാഹ് ഇടറുന്നൊരു സൗണ്ട് മാത്രം. കണ്ണിങ്ങോട്ട് ചിമ്പിയിട്ട് ആ കണ്ണ്, അതാണ് ആ ഒരു അഭിനയം മാത്രം മൂപ്പരെ കൊണ്ട് വളരെ അധികം ഗംഭീരായിട്ട് നടത്താൻ കഴിഞ്ഞു എന്നുള്ള അതൊക്കെ പിന്നെയും ചിമ്പി. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ 100 ഇരട്ടി ഉയരത്തില് ഞങ്ങൾ എത്തിപ്പോയി. അല്ലാഹ് ഞങ്ങൾക്ക് തന്ന നിഅമത്താണ്. ഹബീബിന്റെ മുത്തുമണികൾക്ക് സ്വർഗം വാജിബാക്കണമല്ല. പൊന്നര ഹാമിദേ, സ്വർഗം കിട്ടണമെങ്കിൽ അള്ളാഹിനെ ആരാധിക്കണം, അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കണം. അല്ലാതെ നിങ്ങളെ പോലെ കണ്ടക്കല്ലും മുള്ളും മരവും ഏതെങ്കിലും ഭ്രാന്തന്മാരും ഒക്കെ നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എങ്ങനെ സ്വർഗം കിട്ടുക? പിന്നെ കടന്ന് കരഞ്ഞ് അള്ളാഹുവേ സ്വർഗം നൽകണേ അള്ളാ, സ്വർഗം വാജിബാക്കണേ അള്ളാ എന്നൊക്കെ പറഞ്ഞ് നീട്ടിയിട്ടൊന്നും കാര്യമില്ല. അത് അള്ളാഹ് കേൾക്കണമെങ്കിൽ അള്ളാഹ് പറഞ്ഞ പണിയെടുക്കണ്ടാമിതേ. കാട്ടണ മുഴുവൻ കുഫറും മുനാഫിക്കിന്റെ പരിപാടി മാത്രമാവുക. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ച എങ്ങനെയാണ് സ്വീകരിക്കുക? എന്നിട്ടൊരു അഭിനയം, ഒടുക്കത്തെ അഭിനയം, കരച്ചില്, ഇതൊക്കെ ഒന്ന് ബുദ്ധിയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവൂലേ? എന്റെ ഉമ്മമാരെ മുന്നില്, എന്റെ വാപ്പമാരെ മുന്നില്, എന്റെ ജ്യേഷ്ഠന്മാരെ മുമ്പില് ഹാമിദിന്റെ ഒരു മുറാദ് ഹാസിലേക്കുന്നു. എന്താ അറിയോ? പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഹാസിലായിട്ടുണ്ട്. ബാക്കിയുള്ള പോട്ടെ. എന്തായാലും ചരിത്രത്തിൽ ഇങ്ങനെ തങ്ങൾ വേറെ വന്നിട്ടുണ്ടാവില്ല. ഞാൻ തങ്ങളാണ് എന്ന് ആളുകളോട് പറയാൻ കെട്ടപ്പാട്, അതിനപ്പുറത്ത് ആളുകളെ വിശ്വസിപ്പിക്കാൻ പെട്ടപ്പാട്, ഇങ്ങനെ തങ്ങൾ ചരിത്രത്തിൽ വന്നിട്ടുണ്ടാവില്ല. ഞാൻ തങ്ങളാണ്, സിൽസില ഇല്ലേറ്റാണ്, എഴുതി വക്കേറ്റാണെന്നും പറഞ്ഞിട്ട് ആളുകളെ ഇടയിൽ ഇത്തരം ഒരു പറയിപ്പിക്കപ്പെട്ട തങ്ങള് വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തിക്കോട്ടെ. കാരണം എന്താണ്? പിശാചിന്റെ എല്ലാ സഹായങ്ങളും ഇവർക്കുണ്ടാവും. കാരണം ശിർക്ക്, കുഫർ അല്ലാത്തൊരു പരിപാടി ഇതിലില്ല. അള്ളാഹ് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ഏലസ് അല്ലെങ്കിൽ കയ്യുമ്മ എന്തെങ്കിലും ഊതിക്കെട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ 40 ദിവസത്തെ
ഒരമലും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവര് പുട്ടില് തേങ്ങറിന പോലെ വെറും ഊത്തും വെറും തുപ്പലും ആയിക്കാണ്ട് ജീവിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് സ്വർഗം വാജിബാക്കണേ അള്ളാനെ കളിയാക്കുക. അല്ലാതൊന്നുമില്ല. കണ്ടില്ല കണ്ണടി ചിമ്മിട്ട് അള്ളാനെ പരിഹസിക്കുക. വേറൊന്നുമില്ല. ഒരു ഉടുപ്പില്ലാത്ത മനുഷ്യൻ. ഇങ്ങനെയുള്ള മുനാഫിക്കുകളുടെ കുഫറിൽ നിന്നും അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.